2024-2025 ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ടിനുള്ള ടീമുകളെ BCCI സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബൂമറ, സഞ്ജു സാംസൺ, രവിചന്ദ്രൻ അശ്വിൻ തുടങ്ങി ഏതാനും ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ശുഭ്മാൻ ഗിൽ, അഭിമന്യു ഈശ്വരൻ, ഋതുരാജ് ഗേക്വാദ്, ശ്രേയസ് അയ്യർ എന്നിവർ യഥാക്രമം ടീം A, B, C, D എന്നിവയുടെ ക്യാപ്റ്റന്മാരാണ്. നിരവധി ദേശീയ താരങ്ങളുള്ള ടീമിൽ അഭിമന്യു ഈശ്വരൻ ക്യാപ്റ്റനായത് ഏവരെയും അമ്പരപ്പിച്ചു. 3 ഫോമാറ്റുകളിലും ഇതുവരെ ഇന്ത്യക്കായി അഭിമന്യു കളിച്ചിട്ടില്ല. B ടീമിനെയാണ് അഭിമന്യു നയിക്കുന്നത്. യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ ഇന്ത്യൻ താരങ്ങൾ B ടീമിലുണ്ട്. അജിത് അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സീനിയർ സെലക്ഷൻ കമ്മിറ്റിയാണ് ടീം അംഗങ്ങളെ നിശ്ചയിച്ചത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി, പേസ് കുന്തമുന ജസ്പ്രീത് ബൂമറ, ഓൾറൗണ്ടർ രവിചന്ദ്രൻ അശ്വിൻ, വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ എന്നിവരുടെ പേരുകൾ ആദ്യ റൗണ്ടിനുള്ള ടീമുകളിൽ കാണാനില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന മുഹമ്മദ് ഷമി ടൂർണമെന്റിൽ പങ്കെടുക്കില്ല. ആഭ്യന്തര സീസണിലെ റെഡ് ബോൾ ക്രിക്കറ്റിന്റെ തുടക്കം കുറിക്കുന്ന ടൂർണമെന്റാണ് ദുലീപ് ട്രോഫി. ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്കുള്ള സെലക്ഷൻ. വരുന്ന 4 മാസത്തിനിടെ 10 ടെസ്റ്റുകളാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത്. ബംഗ്ലാദേശിനെതിരായ ഹോം ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കുന്നത് ദുലീപ് ട്രോഫി പ്രകടനം കൂടി വിലയിരുത്തിയാകുമെന്ന് BCCI വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. ദുലീപ് ട്രോഫി മത്സരങ്ങൾ 2024 സെപ്റ്റംബർ 5 മുതൽ ആന്ധ്രാപ്രദേശിലെ അനന്തപുരിലും ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും നടക്കും. യുവാക്കൾക്കും വളർന്നുവരുന്ന പ്രതിഭകൾക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ചില മികച്ച കളിക്കാർക്കെതിരെ മത്സരിക്കാനുള്ള സുവർണാവസരം കൂടിയാണിത്. എന്നാൽ സഞ്ജുവിന് ദുലീപ് ട്രോഫിയിലും അവസരം ലഭിക്കാതെ വന്നപ്പോൾ അത് വഴിവെക്കുന്നത് ചില സംശയങ്ങളിലേക്കാണ്. കാരണം ദുലീപ് ട്രോഫി പ്രകടനം അടിസ്ഥാനമാക്കിയാണ് ഇനി ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുമ്പോൾ സഞ്ജുവിന് ഇനി സെലക്ഷൻ ലഭിക്കുമോ എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. T20 പരമ്പരയിൽ മികവിനൊത്ത പ്രകടനത്തിലേക്ക് സഞ്ജുവിന് വളരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ദുലീപ് ട്രോഫിയിൽ അവസരം ലഭിക്കേണ്ടത് അനിവാര്യമായിരുന്നു. എന്നാൽ അവിടെയും സഞ്ജുവിന് നിലവിൽ അവസരം ലഭിച്ചിട്ടില്ല. അതേസമയം ദുലീപ് ട്രോഫിയുടെ മുൻ സീസണുകളിൽ സോണൽ ടീമുകളാണ് ദുലീപ് ട്രോഫിയിൽ മത്സരിച്ചിരുന്നത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, സെൻട്രൽ, നോർത്ത് ഈസ്റ്റ് ടീമുകളായിരുന്നു ഇത്. എന്നാൽ ഇത്തവണ ഫോർമാറ്റിൽ മാറ്റമുണ്ട്. ആകെ 4 ടീമുകളാണ് ഇക്കുറി ദുലീപ് ട്രോഫിയിൽ കളിക്കുന്നത്. അതും മേഖല തിരിച്ചല്ല ടീമുകളെ തിരഞ്ഞെടുക്കുന്നത്. A, B, C, D എന്നിങ്ങനെ 4 ടീമുകളാവും ഈ സീസണിൽ ദുലീപ് ട്രോഫിയിൽ ഉണ്ടാവുക. BCCI സെലക്ടർമാർ ടീമിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ടീം Aയിൽ ശുഭ്മാൻ ഗിൽ, മായങ്ക് അഗർവാൾ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, KL രാഹുൽ, തിലക് വർമ്മ, ശിവം ദുബെ, തനുഷ് കൊട്ടിയാൻ, കുൽദീപ് യാദവ്, ആകാശ് ദീപ്, പ്രസിദ്ധ് കൃഷ്ണ, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ, വിദ്വത് കമരപ്പ, കുമാർ കുശാംഗ്ര, ശാശ്വത് റാവത്ത് എന്നിവർ ഉൾപ്പെടുന്നു. ഇവരിൽ ശുഭ്മാൻ ഗില്ലാണ് ടീം ക്യാപ്റ്റൻ. ടീം Bയിൽ അഭിമന്യു ഈശ്വരൻ, യശസ്വി ജയ്സ്വാൾ, സർഫറാസ് ഖാൻ, ഋഷഭ് പന്ത്, മുഷീർ ഖാൻ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, യാഷ് ദയാൽ, മുകേഷ് കുമാർ, രാഹുൽ ചാഹൽ, R സായി കിഷോർ, മോഹിത് അവസ്തി, N ജഗദീശർ എന്നിവരാണ് ഉള്ളത്. ടീം Cയിൽ ഋതുരാജ് ഗേക്വാദ്, സായി സുദർശൻ, രജത് പാർട്ടീദാർ, അഭിഷേക് പോറൽ, സൂര്യകുമാർ യാദവ്, B ഇന്ദ്രജിത്ത്, ഹൃത്തിക് ഷോക്കീൻ, മാനവ് സുതാർ, ഉമ്രാൻ മാലിക്, വൈശാഖ് വിജയകുമാർ, അൻഷുൽ ഗംബോജ്, ഹിമാൻഷു ചൗഹാൻ, മായക് മാർക്കണ്ഡെ, സന്ദീപ് വാര്യർ എന്നിവർ ഉൾപ്പെടുന്നു. ടീം Dയിൽ ശ്രേയസ് അയ്യർ, അഥർവ ടൈഡെ, യാഷ് ദുബെ, ദേവദത്ത് പടിക്കൽ, ഇഷാൻ കിഷൻ, റിക്കി ബുയ്, സരഷൻ ജെയിൻ, അക്സർ പട്ടേൽ, ഹർഷ്ദീപ് സിംഗ്, ആദിത്യ താക്കറെ, ഹർഷ്ദീപ് റാണ, തുഷാർ ദേശ്പാണ്ഡെ, ആകാശ് സെൻഗുപ്ത, KS ഭരത്, സൗരഭ് കുമാർ എന്നിവരാണുള്ളത്.